നമസ്കാരം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കട്ടറയിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ദേ ഭാരതിൽ വന്നിറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് ശ്രീനഗറിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ദാൽ ലേക്കിന്റെ ഭാഗത്തുനിന്ന് 500 മീറ്റർ മാറിയുള്ള ഇവിടെയാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തത്. ഇതൊരു ഹോം സ്റ്റേ ആണ്. ലോഡ് ഹൗസ് എന്നാണ് ഇതിന്റെ പേര്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടുന്ന് തൊട്ട് മാറിയുള്ള മറ്റൊരു ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. 2 തവണ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നത്. ഈ ഭാഗത്തെ ആൾക്കാരുടെ പെരുമാറ്റമാണ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വഴി നേരെ നമുക്ക് ദാൽ ലേക്കിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇപ്പോൾ 3 മണിയായി. റൂമുള്ള ഭാഗത്തുനിന്ന് നേരെ വരുന്നത് ദാൽ ഗേറ്റിൻ്റെ ഗേറ്റ് നമ്പർ 2 ഉള്ള ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ മുന്നിൽ തന്നെയാണ് ദാൽ ലേക്ക്. ഒരുപാട് ഷിക്കാര വെള്ളങ്ങളും ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് അവിടെ കാണാം. ഇനിയിപ്പോൾ നേരെ ആ ഒരു സൈഡിലേക്ക് നമുക്ക് പോവാം. ഇതൊരു പ്രധാനപ്പെട്ടൊരു വഴിയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ഇവിടെ വന്ന സമയത്ത് എന്തോരം മഞ്ഞളാണ് ഉണ്ടായത്. ഇതേ ഒരുപാട് ബോട്ടുകളാണ് ഇവിടെ നിങ്ങൾക്കായി ഇവർ തരുന്നത്. ഇവര് പൈസ ചോദിക്കണം നവി. ഹൗ മച്ച്? 300 അരമണിക്കൂർ അല്ലേ? നവി അങ്ങനെ കുറെ വട്ടം പറഞ്ഞതാക്കണം കേട്ടാ. ഇവരോട് ഒരുപാട് തവണ എത്രയാണെന്ന് കറക്റ്റ് ഫിക്സ് ആക്കണം. അരമണിക്കൂർ 300 രൂപ എന്നാ പറഞ്ഞത്, 2 പേർക്കും കൂടിയിട്ട്. പോയേക്കാം അല്ലേ? നമ്മൾ 2021 പോയത്. പോവാൻ തോന്നല്ലോ. പോവാം. ഓക്കെ. കാരണം ഉണ്ടല്ലോ, ഇവരോട് ഒരുപാട് തവണ എത്രയാണ് പൈസ എന്ന് ഫിക്സ് ആക്കണം. അല്ല, ചിലപ്പോ 200 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. വേറെ ആൾക്കാരൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെ കച്ചവടം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ അല്ലേ കിട്ടുള്ളൂ. അതെ കുഴപ്പമില്ല. 300 രൂപക്ക് അരമണിക്കൂർ 2 പേർക്ക് കൂടിയിട്ടാണ്. അപ്പൊ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നൊന്നുമില്ല. എന്നാലും പുള്ളിക്കാരന്റെ ഇതാണ് കേരള. ഇപ്പോ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ മുന്നിലോട്ടുള്ള ഒരു വ്യൂ. ഇവിടെ മറ്റ് ബോട്ടുകൾ, അതായത് ഷിക്കാര വള്ളങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ എത്ര ഉണ്ടെന്ന് അറിയോ? അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇതാ ഇവിടുന്ന് ആരംഭിച്ചു. ഇനിയിപ്പം ദാൽ തടാകത്തിലൂടെയുള്ള ഒരു മനോഹരമായ യാത്ര. നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. 35 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെ എടുത്തിട്ട് പോകാം കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ഒരു വള്ളത്തിലൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വരും. കേരള വേണ്ട തൽക്കാലം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ വരും. തൽക്കാലം ഇപ്പൊ ഒരു ചായ കുടിച്ച് വന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ വേണ്ട. ദേ നേരെയാണ് ഇനിയിപ്പോ നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഒരുപാട് വരും കേട്ടോ. ദേ ഇത് മറ്റൊരു ഫാമിലി പോകുന്നത് കാണാം. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട്. വലിയ ഹോട്ടൽസൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ എത്ര വെള്ളങ്ങളാണെന്ന് നോക്കിയാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് താമസിക്കേണ്ട സൗകര്യം തന്നെയാണ്. ഓൺലൈൻ വഴിയൊക്കെ ബുക്ക് ചെയ്യേണ്ട സൗകര്യം ഉണ്ട്. പക്ഷെ നമ്മളത് ബുക്ക് ചെയ്താല് ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ചിട്ട് വരാൻ ഭയങ്കര കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് രാത്രിയൊക്കെ വരികയാണെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ദാൽ ലേക്കിലൂടെ വരുവാണെങ്കിൽ ആദ്യം നല്ല രീതിയിൽ തന്നെ ബാർഗെയിൻ ചെയ്യാം. നല്ലൊരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും എടുത്തിട്ട് പോകാൻ പറ്റും. ഇപ്പം ഞങ്ങളോട് 300 രൂപയാണല്ലോ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് തരും. പിന്നെ ഞങ്ങൾ പിന്നെ അധികം പറയാനൊന്നുമില്ല, കാരണം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി. മാത്രമല്ല 300 രൂപ ഞങ്ങൾക്ക് ഒരു നഷ്ടമായിട്ട് വലിയ തോന്നുന്നില്ല. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ഇവിടെ വേറെ ബോട്ട് ഈ സമയത്ത് കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ. അതായത് വരുമാന മാർഗ്ഗം ഇതല്ലേ ഉള്ളൂ. പിന്നീടല്ലോ പറ്റിക്കാനായിട്ടും കാശ്മീരിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു 300 രൂപ 2 പേര് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ
കുറെ 500 ഒരാൾക്കൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂമിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഓൺലൈൻ വഴി എടുത്തോണ്ടോ ഒക്കെ, അല്ലാതെ പണ്ടൊക്കെ വരുന്ന സമയത്ത് ലഡാക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് അയ്യോ അത് പറയാറുണ്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുത്തൻ നമ്മളെ പറ്റിച്ച് എന്താ പറയാ കൈ തന്നിട്ടുണ്ട്. അതായത് മലയാളിയാണോ എനിക്ക് മലയാളികളെ ഒരുപാട് അറിയാം. എനിക്ക് മലപ്പുറത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് കോഴിക്കോട്, കാസർഗോഡ്, ഞങ്ങളുടെ ജില്ല കാസർഗോഡല്ല, കാസർഗോഡ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതിൽ വീണുപോയി. അന്ന് വണ്ടി എടുത്തിട്ട് വന്നതാണ് ഞങ്ങള്. ആദ്യം നല്ല രീതിയായിരുന്നു, നല്ല രീതിക്ക് പെരുമാറ്റമൊക്കെ ചെയ്തിരുന്നു. പിന്നെ അങ്ങ് പോയ ശേഷം ആ സംഭവം എന്ന് വെച്ചാൽ ഓൺലൈൻ വഴി അല്ല കേട്ടോ, വൈകിട്ടാണ് നമ്മൾ റൂം എടുത്തത്. 2 ദിവസത്തേക്കായിട്ട് അല്ല, 1 ദിവസത്തേക്കായിട്ട് എടുത്തിട്ടുണ്ടായത്. അപ്പം 1400 എങ്ങാണ്ട് പറഞ്ഞു. 1400 പറഞ്ഞു, നിങ്ങൾ റൂം എടുത്തില്ലേ, നാളെ വൈകുന്നേരം വരെയാണ് നിങ്ങളെ ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, ചെക്കൗട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യാ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇറങ്ങാനാണ് പ്ലാൻ ഉണ്ടായത്. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, ഈ ഹോട്ടലിന്റെ റൂള് എന്ന് പറഞ്ഞാൽ 11 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ട സമയം, നിങ്ങൾ 2 മണിക്കൂറും കഴിഞ്ഞു അടുത്ത ദിവസത്തേക്ക് പൈസ കൊടുത്തത്. അതായത് പുള്ളിനോട് തലേദിവസം ഞങ്ങൾ വ്യക്തമായി ചോദിച്ചാണ്, നിങ്ങളുടെ ചെക്കൗട്ട് ടൈം എത്ര മണിയാണ്? 24 മണിക്കൂർ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിയാണെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ എടുക്കുന്ന സമയം മുതലാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഞങ്ങളത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു തെളിവായനെ. അന്ന് വീഡിയോ അന്ന് നമ്മൾ ഈ പറഞ്ഞ ഗോപുരമാണ് നമ്മൾ ലഡാക്ക് യാത്രയിലെ, അതായത് ശ്രീനഗറിൽ നിന്ന് സോനമാർഗിലേക്ക് പോകുന്ന ഒരു യാത്ര. ആ ഒരു വീഡിയോ ചിലപ്പം പലരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടെ അന്ന് വന്ന് കൊറോണ സമയത്താണ് RT-PCR ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നൗകത്തേക്കൊക്കെ പോയിട്ടാണ് സമയം അങ്ങനെ പോയത്. അതൊരു 1.5 പറ്റിയിലാണ് ഉണ്ടായത്. ഇനി പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ശ്രീനഗർ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്കിലൊന്നും വീഴാതിരിക്കുക. ഒക്കെ നല്ല മനോഹരമായ കാഴ്ച ഒരുപാട് ഭാഗത്തുനിന്ന് കിട്ടും. അതൊക്കെ മാക്സിമം കാണുക, അത്രേ പറയാനുള്ളൂ അതിൽ. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു ബോട്ടിൽ, ഈ ഷിക്കാര വള്ളത്തിലുള്ള യാത്ര ചെയ്യുമ്പോൾ ഒരു 300 രൂപക്ക് താഴെ, അതായത് 300-200 രൂപക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും. അയ്യോ മുട്ടൂല, ഇവർക്കറിയാലോ. ഇനി ഇതിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. ലക്ഷറി ഹൗസ് ബോട്ട്. നല്ല നല്ല മുറികളൊക്കെ ആയിരിക്കും ഇവിടെയൊക്കെ. ഞങ്ങൾ ഇതുവരെ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല, അതായത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിയിലൊന്നും താമസിച്ചിട്ടില്ല. നല്ലൊരു റേറ്റ് എന്തായാലും ഉണ്ടാവും. ഇതിങ്ങനെ തുഴഞ്ഞു പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഇതിൽ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഓരോ ഇതുപോലുള്ള ഈ ഹൗസ് ബോട്ടുകളില്ലേ, അവർക്കും ചെറിയ ചെറിയ വള്ളങ്ങളുണ്ടാവും. ഇവിടെ വന്ന് താമസിക്കേണ്ട ആൾക്കാർക്ക് ഈ ഭാഗത്തേക്ക് എത്തിപ്പെടണ്ടേ. ജമ്മു കാശ്മീരിലെ 2ാമത്തെ വലിയ തടാകമാണിത്. പക്ഷെ വെള്ളം അത്ര ക്ലിയർ അല്ല, അതാണ്. ഉൾഭാഗമൊന്നും വ്യക്തമല്ല. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ, അതായത് ഇവിടെയുള്ള പ്രാദേശികമായ ആൾക്കാരില്ലേ, അവർ താമസിക്കുന്ന സ്ഥലമുണ്ട്. നോർമലി ടൂറിസ്റ്റുകൾക്ക് വന്നാൽ താമസിക്കാൻ പറ്റുന്ന ഹൗസ് ബോട്ടുകൾക്ക് പുറമേ തന്നെ. ഇവിടെ പിന്നെ ഈ സമയത്ത് AC-ൻ്റെ ഒന്നും ആവശ്യം വേണ്ടല്ലോ. ഇത് ഇവിടെ ഒരു കടയൊക്കെ കാണും. ഇങ്ങനെയൊക്കെ പറയും, സ്വാഭാവികം. ഇതൊക്കെയാണ് ഇവരുടെ കയ്യിലുള്ളത്. എന്തായാലും വേണ്ട. ഇവിടെ നിന്നായിരുന്നു നമ്മൾ കയറിയത്. 1/2 മണിക്കൂർ യാത്ര. അങ്ങനെ ഇതാ തിരിച്ചെത്തി. എന്തായാലും ശ്രീനഗറിൽ വന്നിട്ട് ഇത്തവണ ദാൽ തടാകത്തിലൂടെയുള്ള ഒരു യാത്ര അതെന്തായാലും മനോഹരമായി. ഇനിയിപ്പോൾ ഇത് എവിടെ നിർത്തുന്നുള്ളതിലാണ് സംശയം. ഇവർ എവിടെയൊക്കെയായിട്ട് നിർത്തും. മിക്കവാറും അതിൻ്റെ ഇടയിലൂടെ ആയിരിക്കും മിക്കവാറും പോവുക. ഇവിടുന്ന് ഇങ്ങനെ ഒടിഞ്ഞു വരികയാണ്. എന്താ നേരിടെ ഇതിലോട്ട് തന്നെ നിർത്തുകയാണ്. ഇത് ഗ്യാപ്പാക്കിയിട്ട് ഇതിൻ്റെ അകത്തൂടെ പോവുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിങ്ങനെ 2 ബോട്ടുകളിനെയും ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കിയതാ കയറിയ അറ്റത്തേക്ക്. ഇനി അതിനെ കുറച്ച് അങ്ങോട്ട് ഉന്തി ഇനി നേരെ ഇതാ അതിനൊക്കെ തള്ളി മാറ്റി അങ്ങ് പോയി അവിടെ നിർത്തും. അവിടെ സ്ഥലം ആയില്ല. ഇപ്പം ഇവിടുന്ന് ഈ ചേട്ടൻ മുന്നിലേക്ക് വന്ന് ഇനിയിപ്പം ആ സ്ഥലമുള്ള അവിടത്തേക്ക് തന്നെ പോവുകയാണ്. അവിടെ ഈ ഒരു ബോട്ട് ഇവിടെ
സ്റ്റക്കായിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് അവിടെ പറ്റാത്തത്. അങ്ങനെ കയറി അവിടെ തന്നെ തിരിച്ചെത്തി. ഇവിടെ മറ്റും ഒരുപാട് വള്ളങ്ങളൊക്കെ കിടക്കുന്നത് കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാം. ശ്രീനഗറിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശ്രീനഗറിൽ തന്നെ മറ്റു ചില ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അതായത് ഗുൽമാർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് 19 കിലോമീറ്റർ പോകാനുണ്ട്. കേബിൾ കാറൊക്കെ കയറി നമുക്ക് മഞ്ഞിൻ്റെ കാഴ്ചയൊക്കെ കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. പിന്നീട് വരുന്നത് ലഡാക്കിലേക്ക് പോകുന്ന റൂട്ടിൽ സോൻമാർഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. 19 കിലോമീറ്റർ അങ്ങോട്ടൊക്കെ പോകാനായിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മഞ്ഞ് അല്ലാത്ത സമയത്ത് പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ലൊരു പ്രദേശം കൂടിയാണ്. മഞ്ഞ് സമയത്തൊക്കെ ആണെങ്കിൽ മൊത്തം ഇങ്ങനെ മൂടിക്കിടക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പഹൽഗാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തും. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വാർത്താ മാധ്യമങ്ങളൊക്കെ കേട്ട ഒരു സ്ഥലമായിരിക്കും. അതായത് ഇതേ വർഷം 2025 ഏപ്രിൽ 22-ന് അവിടെ ഒരു ദാരുണമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരുപാട് സഹോദരന്മാരെ വെടിവെച്ച്, അതായത് കൊലപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. അതായത് ഏകദേശം ഒരു 28ഓളം പേർക്കാണ് അവിടെ ജീവനഷ്ടപ്പെട്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാശ്മീർ എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇതേപോലെ തന്നെ പഹൽഗാം അറ്റാക്ക് തന്നെയാണ്. ഇപ്പം നിലവിൽ ഇപ്പം കാശ്മീർ സമാധാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇവിടെ ശ്രീനഗർ നമുക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിലും കഴിഞ്ഞ മാസം നവംബറിൽ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്ന ശ്രീനഗറിൻ്റെ ഒരു ഭാഗം വരുന്നത് നൗഗാണ്. അവിടെ ഒരു സ്ഫോടനമൊക്കെ ഉണ്ടായിട്ട് ഏകദേശം 12ഓളം പേര് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവമാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും ഒരു ബോർഡറിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഭീകര പ്രവർത്തകരൊക്കെ നമ്മുടെ എന്താ പറയുക സൈന്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള ആ ഒരു പഹൽഗാം അറ്റാക്ക് ഉണ്ടായത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ തീവ്രവാദികൾ തന്നെയാണ്. അപ്പം അവരൊക്കെ നമ്മുടെ സൈന്യം ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു കാശ്മീരിലത്തെ ജനതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഓൾറെഡി നേരത്തെ നമ്മൾ പ്രോപ്പർട്ടീൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇവരൊക്കെ പറഞ്ഞാൽ നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ ഈ ഒരു തടാകത്തിൽ കൂടെ യാത്ര ചെയ്തു. അവരെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മളെപ്പോലെ ആളുകൾ വന്നാൽ മാത്രമാണ് അവരെന്താ പറയുക, അവരെ അന്നാന്ന് പറയാം. അവരൊരിക്കലും പറഞ്ഞ പോലെ എന്താ പറയുക ഈ ഒരു തീവ്രവാദത്തിനൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ നല്ല ഒരുപാട് ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ എന്ത് പറയാം, എന്തിലും ഒരു ചെറിയൊരു കീടാണും ഉണ്ടാവുമല്ലോ. അതേപോലെയാണ് ഒരു 100 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ 90 ആൾക്കാരും നല്ല ആൾക്കാർ തന്നെയാണ്. അവരൊന്നും റിലീജിയൻ ഒന്നും തന്നെ നോക്കുന്നില്ല. പക്ഷെ ഒരു 10% ആൾക്കാർ എങ്കിലും മോശം ആൾക്കാരുണ്ട്. അവരാണ് ഈ പറഞ്ഞ ഈ ഒരു എന്താ പറയുക ഇങ്ങനെയൊക്കെ എന്താ പറയുക ഒരു ഇതിലേക്കൊക്കെ വരുന്നത്. ഇതാണ് ദാൽ ഗേറ്റ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബനിഹാൽ ഭാഗത്തേക്കെല്ലാം ടാക്സി ഒക്കെ കിട്ടും. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ റൈറ്റിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതൊരു മെയിൻ ജംഗ്ഷനാണ്. ആ ഭാഗത്തേക്കാണ് നൗഗ, അതായത് റെയിൽവേ സ്റ്റേഷൻ സൈഡൊക്കെ. ഇവിടുന്ന് ഞങ്ങൾ ഈ പാലം കയറി പോവുകയാണ്. നമ്മൾ നേരത്തെ പോയ ആ ഒരു ദാൽ തടാകത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ശ്രീനഗറിൻ്റെ ഓരോ ഭാഗം വഴി ഇങ്ങനെ നടന്നു പോവുകയാണേ. ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ്, നടക്കാനായാലും നല്ല വഴികളൊക്കെയാണ്. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ട് രാവിലെ ഇതുവഴി നടന്ന ഒരു കാര്യമൊക്കെ ഓർക്കുന്നത്. ഇവിടെ മുഴുവനും മഞ്ഞായിരുന്നു. മഞ്ഞിലൂടെ ഞങ്ങൾ ആ നടന്നു പോയ വീഡിയോ അത് നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം, നിങ്ങളും ജസ്റ്റ് ഒന്ന് കണ്ടുപോയിക്കോ. ഇപ്പം ഞങ്ങൾ നടക്കുന്ന ഇതേ വഴിയില്ലേ, ഇതേ വഴികളൊക്കെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയൊക്കെ കാണുന്ന ആ മരമൊക്കെ ആ സമയത്ത് എൻ്റെ ദൈവമേ കാണാനൊരു കിടിലൻ വ്യൂ ആയിരുന്നു. ഈ നല്ല കട്ടിയിൽ, അതായത് നല്ലൊരു കനത്ത് തന്നെയായിരുന്നു ഇവിടെ മഞ്ഞൊക്കെ വീണിട്ടുണ്ടായിരുന്നത്. ദാൽ ഗേറ്റ്, TRC, അതുപോലെ തന്നെ സിറ്റി സെൻറ്റർ, ലാൽ ചൗക്ക്. ഞങ്ങളിനി നേരെ പോകുന്നത് ലാൽ ചൗക്ക് ഭാഗത്തേക്കാണ്. 2 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ അതിനിടയിൽ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ എന്തായാലും കാണാനുണ്ടാവുമല്ലോ, അതും കണ്ടങ്ങനെ നടക്കാം. നടന്നു പോകുന്ന വഴിക്കാണ് സിറ്റി മാള് കണ്ടത്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു മാളാണ്. ഇവിടെ KFC ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് അതുവഴിയാണ്. ശ്രീനഗറിലെ ഇലക്ട്രിക് ബസ്സാണിത്. റീഗൽ ചൗക്ക്, റെസിഡൻസി റോഡ്, ലാൽ ചൗക്ക്, ജഹാംഗീർ ചൗക്ക്, സിവിൽ സെക്രട്ടേറിയറ്റ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് വീണ്ടും മാറിപ്പോവാനുണ്ട്. ഈ ഭാഗമില്ലേ, ഇത് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് സ്പേസ് ഉണ്ട്, നടക്കാൻ കണ്ട സെപ്പറേറ്റ് നല്ല വഴിയാണ്. ഇവിടെ
ഇത് 2 വരിന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനെക്കാട്ടി വീതി ഉണ്ട് റോഡിന്. ഇനിയിപ്പോ ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇവിടെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാ ഭാഗവും പോയി കാണണം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ശ്രീനഗറിന്റെ ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയാണ്. ഇനി ലാൽ ചൗക്ക് റൈറ്റിലേക്കാണ്. ഇവിടെ ഒരുപാട് നല്ല നല്ല കടകളൊക്കെ കാണാം, റെസ്റ്റോറൻറ്റുകളും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ആണ്. ഇത് അത്യാവശ്യം വലിയൊരു കടയാണല്ലോ. ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നടക്കാനുള്ള വഴിയൊക്കെ കണ്ടില്ലേ, നല്ലൊരു തിരക്കേറിയ ഭാഗം തന്നെയാണ്. ഒരുപാട് നടന്ന് കാണാനുണ്ട്. നമുക്കെന്തായാലും ഇങ്ങോട്ട് തന്നെ പോവാം, ലാൽ ചൗക്കിന്റെ ഭാഗത്തേക്ക് തന്നെ പോവാം. ദാൽ ഗേറ്റിൽ നിന്ന് നടന്നു വരുന്ന ഓരോ വഴിക്കും ഇതുപോലുള്ള ചെറിയ വഴികളില്ലേ, അവിടേക്ക് ഇങ്ങനെ സൈക്കിൾ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല. ഇത് അറിയാമെങ്കിൽ ഇത് എടുത്തിട്ട് പോകാൻ പറ്റിയാനെ. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ലാൽ ചൗക്കിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. ഇതാണ് പ്രതാപ് പാർക്ക്. ഇവിടെ നമ്മുടെ ഫ്ലാഗ് ഒക്കെ കാണാം. നിങ്ങൾ ആദ്യം ഈ കാണുന്ന വ്യൂ ഇല്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്തെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ. ആ സമയത്ത് വന്നപ്പോൾ നവീൻ ഇവിടെ നിന്നാണ് മഞ്ഞ് കോരി എറിഞ്ഞത്. അതായത് ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തു. അപ്പൊ മൊത്തം എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ മരുഭൂമി കിടക്കുന്ന പോലെ, അതായത് വെള്ളം മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് മഞ്ഞിങ്ങനെ കോരി എടുക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇത്. ശ്രീനഗറിലെ സെൻട്രൽ മാർക്കറ്റ് ഇവിടെയാണ്. ഇനി മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ മുതൽ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇതേ നമുക്ക് തലക്കിടാനുള്ള ആ ഒരു തൊപ്പിയായാലും ജാക്കറ്റൊക്കെ ഇവിടെ കിട്ടുമോ നമുക്ക് നോക്കാം. സെൻട്രൽ മാർക്കറ്റ് ഇവിടെയുണ്ട്. മാർക്കറ്റ് ഇതാ ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. 500 ഇതൊക്കെ 500 രൂപക്ക്. ഇതാ ശരി 500 എന്ന് എഴുതി കാണാം. ഈ ഭാഗത്ത് കടയൊന്നുമില്ല, ഈ ഒരു വൺ സൈഡ് മാത്രമേ ഉള്ളൂ. സെൻട്രൽ മാർക്കറ്റിന്റെ അവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ലാൽ ചൗക്കിലെ ക്ലോക്ക് ടവർ കാണാം. അതിന്റെ തൊട്ട് നേരെ ഈ ഭാഗത്താണ് മക്ക മാർക്കറ്റ് ഉള്ളത്. മക്ക മാർക്കറ്റിന്റെ ഭാഗത്താണ് കൂടുതലും ഡ്രസ്സുകൾ ഉള്ളത്. ഞാൻ നേരത്തെ സെൻട്രൽ മാർക്കറ്റിന്റെ അവിടുന്ന് ജാക്കറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെയാണിതാ ജാക്കറ്റുകളുടെ ഒരു നിര തന്നെ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഷൂസ്, അങ്ങനെ ഒട്ടുമിക്ക ചെരുപ്പുകളൊക്കെ ഇവിടെയുണ്ട്. ഡ്രസ്സുകൾ തന്നെയാണ് കൂടുതലായിട്ടും. ഇതുവഴി നടക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. പുതപ്പുകളായാലും എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ പൈസക്ക് ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവാം. ഞങ്ങളിവിടെ കുറേ ജാക്കറ്റുകളൊക്കെ നോക്കി. നല്ല വിലക്കുറവിലൊക്കെ ഉണ്ട് കേട്ടോ. 500 രൂപക്കൊക്കെ നല്ല ജാക്കറ്റുകളൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടുകൾ എല്ലാം ഉണ്ട്. എല്ലാം നല്ലൊരു വിലക്കുറവിൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് കിട്ടും. പിന്നെ ഇവിടെ കൂടുതലും ചെടികളാണ്. അതായത് ഇത് ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ. പക്ഷെ എന്നാലും ഡ്രസ്സുകൾ തന്നെയാണ് കൂടുതലും. സെൻട്രൽ മാർക്കറ്റിനെക്കാട്ടും എത്രയോ വലുത് തന്നെയാണ് മക്ക മാർക്കറ്റ്. പിന്നെ കൈക്കിടേണ്ട ഗ്ലൗസ്, ഇതുണ്ട ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇവിടുന്ന് വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കാമല്ലോ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നല്ല കട്ടിണ്ടല്ലേ. പക്ഷെ ഇതുണ്ടല്ലോ എന്താ പറയാ, സൈസാ? സൈസ് അല്ല, നമ്മള് കരോൾ ബാഗിലൊക്കെ പോയി കഴിഞ്ഞാല് സെക്കൻഡ് ഹാൻഡ് പോലത്തെ കാണൂല്ലേ, അതായത് 100-150 രൂപയ്ക്കും കിട്ടുന്നല്ലേ. തുണി കണ്ടിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നോ, അവിടേക്ക് എന്തൊക്കെയാ നോക്കാം. അതെ അതെ അതെ, പുതച്ച് നല്ല സുഖത്ത് കിടന്നുറങ്ങാം അല്ലേ. നല്ല തുണിയാണ്. പിന്നെ മൊത്തം ജാക്കറ്റല്ലേ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉള്ള വെറൈറ്റി ഡ്രസ്സുകളൊക്കെ കാണാം. ഇതൊക്കെ തണുപ്പിനുണ്ടാണ്. ഇവിടെ ഇതാ, ഇവിടെ മറ്റേതൊക്കെ ഇതാ
ചെറിയ കുട്ടികൾക്ക് ഇടേണ്ടത് വരെയുണ്ട്. ഇതിന്റെ പൈസ ചോദിച്ചു നോക്കി ജസ്റ്റ് ഒന്ന്. 500 രൂപ ഇതാ ഇതിന്. ലാൽ ചൗക്കിലെ പ്രശസ്തമായ ക്ലോക്ക് ടവറിന്റെ മുന്നിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിനെ ഗാന്ധാഗർ എന്നും പറയും. വണ്ടികൾക്ക് പോകാനുള്ള വഴി ഇതിലൂടെയാണേ. ശ്രീനഗറിൽ വന്നിട്ട് നല്ലൊരു കിടിലൻ സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമുക്ക് ലാൽ ചൗക്കിലെ ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗം പറയാം. ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു ലൊക്കേഷനാണിത്. നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം ഇരിക്കാം. ഇവിടെ ഇരിക്കാനൊക്കെ ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ നമുക്ക് വന്നിരിക്കാം. അതുവഴിയാണ് നമ്മളിപ്പോൾ വന്നത്. മക്ക മാർക്കറ്റൊക്കെ ആ ഭാഗത്താണ്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽസും ഈ ഭാഗത്തായാലും ഉണ്ട്. ബോംബെ സ്റ്റോർ നല്ല വൃത്തിയാണ് എല്ലായിടത്തും. പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാ ഭാഗത്തായിട്ടും ഉണ്ട്. അവരുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ആശ്വാസം. കാരണം അത് ഉള്ളത് കൊണ്ട് തന്നെയാണ്, അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇതിലൂടെ. നമുക്ക് കുറച്ചും കൂടെ അങ്ങ് ദൂരത്തേക്ക് പോയിട്ട് അതിൻ്റെ ഒരു വ്യൂ നോക്കാം. ഈ വൈകുന്നേരത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ. എല്ലാവരും ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിരിക്കുന്നതാകാം. കാരണം ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കടകളുണ്ടല്ലോ ഇവിടെ തന്നെ. നമുക്ക് അങ്ങ് അവിടെ വരെ പോകാം. കാരണം അത്രയും ഒരു സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ഒരു ഭാഗം. പിന്നെ അന്ന് വന്ന സമയത്ത് ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ടോട്ടലി മാറി. അപ്പോൾ ഇതാ ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു കാഴ്ച. അതിലവിടെ സമയമൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. 4:30 കഴിഞ്ഞു. ഇപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ ഏറ്റവും മുകളിലായി നമ്മുടെ ഫ്ലാഗ് ഉള്ളത് കണ്ട. ഒരു കാലത്ത് ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നമ്മുടെ ഫ്ലാഗ് ഒന്നും അല്ലായിരുന്നു ഉണ്ടായത്. അതിന് വലിയൊരു ചരിത്രമുണ്ട്. ഇനി ലാൽ ചൗക്കിന്റെ ചരിത്രത്തിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു സ്ഥലത്തിന് ഈ രാഷ്ട്രീയ പാർട്ടികളായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ബന്ധമുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും എടുത്തു തന്നെ പറയാം. ആദ്യം ഈ ഒരു സ്ക്വയറിന് പേര് കിട്ടാനുള്ള കാര്യം പറയാം. റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനം ഉൾക്കൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകരാണ് ഈ ഒരു സ്ക്വയറിന് ലാൽ ചൗക്ക് എന്ന് പറഞ്ഞൊരു പേര് നൽകിയത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തിയത് ഇവിടെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1948 സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ശേഷം എന്ന് പറഞ്ഞാൽ 1948 ഇന്തോ പാക് യുദ്ധമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ഇവിടെ സംഗതികളൊക്കെ മാറി മറിഞ്ഞതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാൽ ചൗക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇവിടുത്തെ കാശ്മീരിലെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കൂടി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു സ്ഥലം കൂടിയാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്തോ പാക് യുദ്ധത്തിന് ശേഷം സംഗതികളൊക്കെ മാറിയെന്ന്. അതായത് ഈ കാശ്മീരിൽ ഒരുപാട് വിഘടനവാദികളൊക്കെ ഉയർന്നു വന്നത്. വിഘടനവാദികൾ എന്ന് എടുത്തു പറയുമ്പോൾ തന്നെ തീവ്രവാദികൾ എന്ന് പറയാം. പല പ്രശ്നങ്ങളും ഈ പറഞ്ഞൊരു ലാൽ ചൗക്കിൽ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒന്നല്ല ഉണ്ടായത്. നേരത്തെ പാകിസ്ഥാൻ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരുപാട്, അതായത് ആ ഒരു രാജ്യത്തോട് കൂടുതലുള്ള ആൾക്കാരാണ് ഇവിടെ ഈ ഒരു പതാക, ആ ഒരു രാജ്യത്തിൻ്റെ പതാക ഒക്കെ എന്താ പറയുക തൂക്കിയിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ഇന്ത്യക്കാർക്ക് എന്നാലും ഇവിടെ ഇന്ത്യൻ്റെ പതാകയാണ് വേണ്ടായത്. ആ ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ഒരു ചരിത്രം കൂടെ അറിയണ്ടേ. അതായത് 1991 സമയത്ത് അന്നത്തെ BJPൻ്റെ അധ്യക്ഷനായ മുരളി മനോഹർ ജോഷി കന്യാകുമാരിയിൽ നിന്ന് ഡിസംബർ 11 ഒരു യാത്ര നടത്തുകയുണ്ടായി. ഏകതാ യാത്ര എന്നാണ് യാത്രയുടെ പേര് വരുന്നത്. അത് ഇവിടെ എത്തി ഇവിടെ ദേശീയ പതാക ഉയർത്താനായിരുന്നു ഉദ്ദേശം ഉണ്ടായത്. അതിൻ്റെ കൂടെ ഉണ്ടായത് ആളെന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തത് അവരായിരുന്നു. അതായത് ഈ വിഘടനവാദികൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ആരോടെങ്കിലും, അതായത് ആര് വേണമെങ്കിലും ഇവിടെ വന്ന് ദേശീയ പതാക ഉയർത്താൻ, ഇന്ത്യൻ പതാക ഉയർത്താനാണ് വെല്ലുവിളിച്ചത്. അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ യാത്ര തുടങ്ങിയല്ലോ, യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ ഈ കാശ്മീരിനെ പല ഭാഗങ്ങളിലായിട്ട് പല പോസ്റ്ററുകൾ വരികയുണ്ടായി. ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് അവർ കന്യാകുമാരിയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് 1992 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നാണ് നമ്മുടെ ദേശീയ പതാക ഇവിടെ ഉയർത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായത്. അപ്പം അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. 1993 സമയത്ത് ഈ ലാൽ ചൗക്കിൻ്റെ ഭാഗത്ത് ഒരു എന്താ പറയുക തീപിടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 100ഓളം പേരൊക്കെ എന്താ പറയുക ഇവിടുത്തെ സിവിലിയൻസിന് എന്താ പറയുക ജീവൻ നഷ്ടപ്പെട്ട ഒരു സമയമാണ് ആ സമയത്ത്. ലാൽ ചൗക്കിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞില്ലേ. ഇത് നിർമ്മിച്ചത് 1980 ബജാജ് ഇലക്ട്രിക്കൽസ് ആണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തതയോടെ
നമ്മുടെ ഫ്ലാഗിനെ കാണാം. ഇപ്പൊ ഇവിടെ ചില സമയങ്ങളിൽ രാഷ്ട്രീയ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. 2023 രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭാരത് ജോഡോ യാത്രയുടെ ആ ഒരു കാര്യമായി ബന്ധപ്പെട്ട് അന്ന് ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് ദേശീയ പതാക ഉയർത്തിയതാണ്. 5 മണിയായി. ക്ലോക്ക് എന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? അത്രയേ ഉള്ളൂ. തൊട്ടു പുറകിലായി ചന്ദ്രേട്ടൻ അവിടെ തന്നെയുണ്ട്. അപ്പോൾ ആ കറക്റ്റ് സമയമാകുമ്പോഴാണ് ആ ഒരു ശബ്ദം ഇവിടുന്ന് കേൾക്കുക. ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ ഇനി ഞങ്ങൾ മടങ്ങുകയാണേ. ഇവിടെ ഒരുപാട് കടകളൊക്കെ കാണാം. പിന്നെ ഈ ശ്രീനഗറിലെ ഓട്ടോ കണ്ടില്ലേ, ഇതാ കുറച്ച് വെറൈറ്റിയാണ്. ഇവിടെയാണ് ആ ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെറുതായിട്ട് ചൂട് കിട്ടുന്ന എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. ചായ കുടിക്കുന്നില്ല, വേറെ എന്തെങ്കിലും നോക്കാം. കോൺ കിട്ടുമോ നോക്കാം. നല്ല തണുപ്പത്ത് ചൂടോട് കൂടിയ കോൺ 2 വാങ്ങിക്കുന്നത്. 2 ഗ്ലാസ്സിലാണ് ഇതുപോലുള്ള കോൺ കിട്ടുക. ഒരെണ്ണത്തിന് 50 രൂപയാണ്. വൈകുന്നേരം 5:30 ഇപ്പോൾ. ലൈറ്റൊക്കെ ഇട്ട് കളർഫുള്ളിലാണിപ്പോൾ ഈ ഭാഗമൊക്കെ ഉള്ളത്. ഇനി ഞങ്ങൾ നേരെ ദാൽഗേറ്റ് ഭാഗത്തേക്ക് തന്നെ നടന്നു പോവുകയാണ്. കറക്റ്റ് 2 കിലോമീറ്റർ ആണുള്ളത്. പോളോ വ്യൂ മാർക്കറ്റ്. ഇവിടെ ഈ സമയത്ത് നല്ല തിരക്കാണ്. മാർക്കറ്റ് ഇതാ ഇവിടേക്കാണ്. വലിയ തിരക്കൊന്നുമില്ല. നല്ല തണുപ്പ് വന്നല്ലോ. ആ മുൻഭാഗത്തേക്കൊന്നും അധികം വ്യക്തമാകുന്നില്ല. സമയം 6:30. ഞങ്ങളിവിടെ ദാൽഗേറ്റിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയേ. അതായത് ആ ഒരു ദാൽ ലേക്കിലേക്ക് നമ്മൾ ആദ്യം ഇറങ്ങിപ്പോയില്ലേ, ആ ഒരു ഭാഗത്തേക്ക്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയായി ഞങ്ങളെടുത്ത റൂം. ഈ ശ്രീനഗറിലൂടെ രാത്രിയിൽ നിന്ന് നടക്കാൻ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ 2 വർഷം മുന്നേ വന്ന സമയത്തും ഒരു 7:00 ശേഷമായിരുന്നു നടന്ന് പോയത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തേക്കുള്ള വഴി. ഇവിടെ ഇപ്പോൾ കറണ്ടൊന്നുമില്ല. നമ്മുടെ ഈ ഒരു റൂമുള്ള ഭാഗം എത്താനായേ. മൊത്തം ഇരുട്ടാണ്. ഇവിടെ എവിടെയോ ആണ് ഞങ്ങളുടെ മുറി. അതാ അങ്ങ് അവിടെയാണ്. ഇവിടെ ചില സമയത്ത് കറണ്ട് ഉണ്ടാവുകയില്ല. ഇവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ കാണുന്നത് നിങ്ങളത് ഇൻവേർട്ടറൊക്കെയാണ്. അങ്ങനെ റൂമിൽ തന്നെ തിരിച്ചെത്തി. ഇവിടെ പുറത്തിപ്പോൾ നല്ല തണുപ്പാണ്. ഞങ്ങൾ പിന്നെ ഗ്ലൗസ് ഒന്നും വാങ്ങിച്ചില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീണ്ടും പുറത്തേക്ക് പോകും. ഇവിടെ പിന്നെ നോൺ വെജ് ഫുഡൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാൽ ചോക്കിന്റെ ഭാഗത്തേക്കൊക്കെ പോയി ഒരുപാട് വീഡിയോ ഒക്കെ പാർത്തില്ല. ചില സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് ചിലപ്പം പല ആളുകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ രീതി തന്നെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ സംഗീന്ന് വിളിക്കുന്നവരുണ്ട്, ചിലപ്പോൾ കൊങ്ങീന്ന് വിളിക്കും, കമ്മീന്നൊക്കെ വിളിക്കും. എല്ലാം എന്ത് വേണമെങ്കിൽ വിളിച്ചോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഞങ്ങൾ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയും, മോശം കണ്ടാലും മോശം എന്ന് പറയും. ഈ ലാൽ ചോക്കിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർ അത് രാഷ്ട്രീയപരമായിട്ടൊന്നും കണ്ട കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രൗഡായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം മാത്രമാണ് ഞങ്ങളുടെ വീഡിയോയിൽ കൂടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ ഇപ്പൊ കാശ്മീരിന്റെ ഒരു കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം മലയാളികളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ശ്രീനഗർ ഭാഗത്തായാലും ഇപ്പം പഹൽഗാമിലൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ തീവ്രവാദികൾ എന്ന് പറഞ്ഞാല് പാകിസ്ഥാനൊക്കെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന കുറെ ടീംസ് ഒക്കെ ആണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ സൈന്യം എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഒരുപാട് നമ്മുടെ ടൂറിസത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവര്, ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വന്നാൽ മാത്രം എന്താ പറയാ അവരൊക്കെ ഒരു വരുമാനം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാ, ശ്രീനഗറിന്റെ അടിപൊളി കാഴ്ചകളിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.